നമസ്കാരം. ഇന്ത്യയെ കടന്നാക്രമിച്ചുകൊണ്ട് ഇന്ത്യക്കാരെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് എന്തും ചെയ്യാനും ഇന്ത്യക്കാരെ പുറത്താക്കാനും കച്ചകെട്ടി പുറപ്പെട്ടിരുന്ന ഡൊണാൾഡ് ട്രംപ് ഒരു ഇന്ത്യൻ വംശജന്റെ മുന്നിൽ തല കുനിച്ചു നിന്നത് മംദാനിക്ക് മുന്നിൽ തോറ്റു തൊപ്പിയിട്ടപ്പോൾ തന്നെയായി. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഒരിക്കലും കണ്ടുകേൾക്കാത്ത വിധം അഹങ്കാരവും ഏകാധിപത്യ സ്വഭാവവും പ്രകടിപ്പിച്ച നേതാവ് എന്ന വിലയിരുത്തൽ ലഭിച്ച ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ന്യൂയോർക്ക് നഗരത്തിന്റെ പുതിയ മേയറായ സൊഹ്റാൻ മംദാനിയുമായി ചർച്ചയ്ക്ക് തയ്യാറാകുന്നത് വലിയ രാഷ്ട്രീയ സന്ദേശമാണ്. വർഷങ്ങളായി ജനങ്ങളും ഭരണവും അധികാരികളും അധികാരവും ഒക്കെ തന്റെ വഴിക്ക് എന്ന രീതിയിൽ ഭരണവും പ്രസ്താവനകളും നടത്തിയ ട്രംപ് ഒരു യുവ ഇന്ത്യൻ വംശജനായ നേതാവിനോടൊപ്പം ന്യൂയോർക്കിന്റെ ഭാവിക്ക് വേണ്ടി സഹകരിക്കാൻ തയ്യാറാണ് എന്ന് പറയേണ്ടി വന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളുടെ പരാജയം മാത്രമല്ല, ഇന്ത്യൻ വേരുകളുള്ള ഒരു നേതാവിന്റെ ആത്മവിശ്വാസവും ശക്തിയും അംഗീകരിച്ചതുമാണ് എന്ന് പറയേണ്ടി വരും. ട്രംപിന്റെ വഴിവിട്ട ഭരണരീതിയുടെ തകർച്ച ട്രംപ് അധികാരത്തിലിരിക്കുന്ന കാലത്ത് നടപ്പിലാക്കിയ പല നയങ്ങളും അമേരിക്കയിലും ലോകത്തും വ്യാപക വിമർശനത്തിന് വിധേയമായിരുന്നു. കുടിയേറ്റക്കാർക്കെതിരായ കടുത്ത നടപടികൾ, ശക്തി പ്രദർശനത്തിലൂന്നിയ വിദേശ നയം, ഇന്ത്യ അടക്കമുള്ള അനേകം രാജ്യങ്ങളുമായി വ്യാപാര ബന്ധത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നെറികേടിന്റെ നയം, ആഗോള നയതന്ത്രത്തെക്കാൾ വ്യക്തിപരമായ ഭരണശൈലി, ഇതെല്ലാം ട്രംപ് അമേരിക്കൻ രാഷ്ട്രീയത്തെ കൂടുതൽ വിഭജിച്ചതിന്റെ അല്ലെങ്കിൽ ഓരോ രാജ്യങ്ങളെയും വിഭജിച്ചു നിർത്തി തന്റെ കൈവെള്ളയിൽ കൊണ്ടുവന്ന് ഭരിക്കാൻ ശ്രമിച്ചതിന്റെ വലിയ തെളിവായിരുന്നു. ട്രംപ് പൊതുവെ ഇഷ്ടപ്പെട്ടിരുന്നത് തന്റെ കാഴ്ചപ്പാടിനെ വെല്ലുവിളിക്കാത്ത നേതാക്കളെയാണ്. എന്നാൽ ഈ തവണ ട്രംപിന്റെ മുന്നിലെത്തിയിരിക്കുന്നത് തന്നെക്കാൾ വയസ്സിൽ താഴെയും എന്നാൽ രാഷ്ട്രീയമായും ബൗദ്ധികമായും ഉറച്ച നിലപാടുമുള്ള ഒരു ഇന്ത്യൻ വംശജനായ മേയറാണ്. ഇതാണ് ട്രംപ് ഇപ്പോൾ പൊതുവേദിയിൽ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന നിലപാട് എടുക്കേണ്ടി വന്നതിന്റെ യാഥാർത്ഥ്യം. ന്യൂയോർക്കിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഈ രീതിയിൽ ഒരു ഇന്ത്യൻ വംശജനായ നേതാവ് മേയർ സ്ഥാനം നേടുന്നത്. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വർഷങ്ങളായി കാണുന്ന വർഗീയതയ്ക്കും പ്രഭുവാദത്തിനുമെതിരെ ജനങ്ങൾ നൽകിയ മറുപടിയാണ് മംദാനിയുടെ വിജയം. മംദാനി അമേരിക്കൻ നേതാക്കൾക്കിടയിൽ വ്യത്യസ്തതയുള്ള വേറിട്ട മുഖമാവുകയാണ്. സാമൂഹ്യ നീതിയിൽ ഉറച്ച നിലപാട്, ജനാധിപത്യവാദികളോട് സംസാരിക്കുന്ന തുറന്നു നിൽക്കുന്ന മനോഭാവം, വികസനത്തെക്കുറിച്ചുള്ള വ്യക്തമായ വീക്ഷണം എന്നിവയാണ് അദ്ദേഹത്തെ ജനങ്ങളുടെ മുന്നിൽ വിശ്വസ്തനായ നേതാവാക്കി തീർത്തത്. ഇത്തരമൊരു നേതാവുമായി സംവദിക്കേണ്ടി വന്നതു തന്നെ ട്രംപിന് ഒരു രാഷ്ട്രീയ പരാജയമായി മാറി. ഒരു ഇന്ത്യൻ വംശജനായ നേതാവിനോട് ട്രംപ് വഴങ്ങേണ്ടി വന്ന ഈ നിമിഷം ഇന്ത്യയുടെ ആഗോള സ്വാധീനത്തിന്റെ മറ്റൊരു തെളിവുമാണ്. മോദി ഭരണത്തിന്റെ ആഗോള സ്വാധീനം ട്രംപിന് മറികടക്കാനായില്ല എന്ന് വേണമെങ്കിൽ ഇതിനെ വിലയിരുത്താം. ലോകം ഇന്ന് അംഗീകരിക്കുന്ന ഒരു സത്യമാണ്, ഇന്ത്യയുടെ ആഗോള സ്ഥാനം കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കാര്യമായ ഉയർച്ചയുണ്ടായി എന്നത്. ചൈനയോട്, അമേരിക്കയോട്, യൂറോപ്യൻ രാജ്യങ്ങളോട്, മിഡിൽ ഈസ്റ്റിനോട് എല്ലായിടത്തും ഇന്ത്യക്ക് ഇന്ന് ശക്തമായ സ്വാധീനവും അതേസമയം ബഹുമാനവുമുണ്ട്. മോദി സർക്കാർ നടപ്പിലാക്കിയ നയങ്ങൾ ഓരോന്നും ഇതിലേക്ക് ഇന്ത്യയെ നയിച്ച കാരണങ്ങളായിരുന്നു. മോദി സർക്കാർ നടപ്പിലാക്കിയ ശക്തമായ വിദേശ നയം, ആഗോള സഹകരണ കൂട്ടായ്മകൾ, സാമ്പത്തിക ശാക്തീകരണം, പ്രവാസി ഇന്ത്യക്കാരുടെ സുരക്ഷയ്ക്കും അംഗീകാരത്തിനും നൽകിയ പ്രാധാന്യം, ഇതെല്ലാം ചേർന്നാണ് ഇന്ന് അമേരിക്കയിലെ ഇന്ത്യൻ വംശജനായ നേതാക്കൾക്കും സമൂഹത്തിനും വൻ സ്വാധീനം നേടിക്കൊടുത്തത്. മംദാനി ഒരു ഇന്ത്യൻ വംശജൻ എന്ന കാര്യം ട്രംപിനെ ചൊടിപ്പിക്കുന്നില്ലായിരിക്കാം. പക്ഷേ ആ വംശജൻ ഇന്നത്തെ ഇന്ത്യയുടെ ശക്തിയുടെ പ്രതിനിധിയാണ് എന്നതാണ് ട്രംപിനെ സംസാരിച്ച് മധ്യസ്ഥം തേടേണ്ടി വരുത്തിയതെന്നത് പകൽ പോലെ വ്യക്തമാണ്. ട്രംപിന്റെ ഭ്രാന്തൻ നയങ്ങൾ അമേരിക്ക മാത്രമല്ല ലോകവും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ട്രംപ് വീണ്ടും അധികാരത്തിൽ വന്നാൽ ലോകം ഒരു അനിശ്ചിതത്വത്തിലേക്കാണ് പോകുന്നത് എന്ന് പല വിദഗ്ധരും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭരണകാലത്തുണ്ടായ പ്രശ്നങ്ങൾ കുറച്ചൊന്നുമല്ല. നാറ്റോ സഖ്യകക്ഷികളുമായുള്ള തർക്കം, ഇന്ത്യയുമായുള്ള വ്യാപാര നയത്തിലുണ്ടായ വിപരീത സാഹചര്യങ്ങൾ, കുടിയേറ്റക്കാർക്കെതിരായ മാനുഷികരഹിതമായ നടപടികൾ, അന്താരാഷ്ട്ര കരാറുകളിൽ നിന്ന് അമേരിക്ക പിന്മാറിയത്, കോവിഡ് കാലത്തെ ഭരണ പരാജയം, ഇതെല്ലാം അമേരിക്കയെ പൂർണ്ണമായും രാഷ്ട്രീയമായി ഒറ്റപ്പെടുത്തുകയും ലോകത്തിന്റെ വിശ്വാസ്യത പോലും നഷ്ടപ്പെടുത്തുകയും ചെയ്ത സംഭവങ്ങളാണ്. ഇതിനു പുറമെ അമേരിക്കയെ പോലെ ഒരു രാജ്യത്തിന്റെ നേതാവ് ഒരു ഭ്രാന്തനെ പോലെ നോബൽ സമ്മാനത്തിൽ കൊതിപൂണ്ട് ഓടി നടന്നതും അതിനുവേണ്ടി നടത്തിക്കൂട്ടിയ ജൽപ്പനങ്ങളും ഒക്കെ ലോക പോലീസിന്റെ വില കളഞ്ഞു കുളിച്ച സംഭവങ്ങളായിരുന്നു. ഇന്ത്യ അതേസമയം അതേ ദിവസങ്ങളിൽ വാക്സിൻ നയത്തിൽ ലോകത്തിന് മാതൃകയായി. ക്വാഡ് പോലുള്ള ശക്തമായ കൂട്ടായ്മകളിൽ നിർണായക പങ്കുവഹിക്കുകയും ആഗോള വേദികളിൽ കേന്ദ്ര സ്ഥാനം നേടിയെടുക്കുകയും ചെയ്തു.
ഇതാണെന്ന് ഏകാധിപത്യ സദൃശ സ്വഭാവമുള്ള ട്രംപ് പോലുള്ള നേതാക്കൾക്ക് പോലും ഇന്ത്യൻ വേരുകളുള്ള നേതാക്കളോട് തുറന്നു സംസാരിക്കേണ്ടി വരുന്ന യാഥാർത്ഥ്യം. ന്യൂയോർക്കിന്റെ ഭാവിയെക്കുറിച്ചുള്ള ചർച്ച ട്രംപിന്റെ വഴങ്ങലിന്റെ സൂചന എന്ന് വിലയിരുത്തേണ്ടി വരും. മംദാനി പറയുന്നത് വ്യക്തമാണ്. ന്യൂയോർക്കിന്റെ വികസനം, ജനങ്ങളുടെ സുരക്ഷ, ജീവിത നിലവാരം ഉയർത്തൽ, ഇതിൽ രാഷ്ട്രീയത്തിന്റെ നിറമില്ല എന്ന്. ട്രംപിന്റെ നിലപാട് തിരിച്ചടിയാണ്. കാരണം അദ്ദേഹം എല്ലായ്പ്പോഴും കാര്യങ്ങളെ രാഷ്ട്രീയ താല്പര്യത്തിന്റെ കണ്ണിലൂടെ മാത്രമേ നോക്കിക്കാണാറൂ. മംദാനി അതിനെ മറികടക്കുന്ന ഒരു നേതാവാണ് എന്നതാണ് ട്രംപിന്റെ വെല്ലുവിളിയും മംദാനിക്ക് ലഭിക്കുന്ന അംഗീകാരവും. ട്രംപ് ഒരു ഇന്ത്യൻ വംശജനോടൊപ്പം കൂടിയാലോചന നടത്താൻ നിർബന്ധിതനാകുന്നത് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ പുതിയ കാലഘട്ടം ആരംഭിക്കുന്നതിന്റെ സൂചനയാണ്. മംദാനിയുടെ വഴിയിലൂടെ ഇന്ത്യയുടെ ശബ്ദം ഉയരുമ്പോൾ ഇന്ത്യയുടെ വിജയം കൂടി ആവുകയാണ്. ഇന്ത്യക്കാർ ലോകമെമ്പാടും ഇന്ന് ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തുന്നത് ഒരു യാദൃച്ഛികതയല്ല. ഇത് ഇന്ത്യയുടെ വിദ്യാഭ്യാസ നിലവാരവും സംസ്കാരവും കുടിയേറ്റ സമൂഹത്തിന്റെ കഠിനാധ്വാനവും മോദി സർക്കാരിന്റെ പ്രവാസി ഇന്ത്യക്കാരോട് ലോകമെമ്പാടും നൽകിയ സംരക്ഷണവും അംഗീകാരവും ഒക്കെയുള്ള സംയുക്ത ഫലമാണ്. അതിനാൽ മംദാനിയുടെ വിജയം ഒരു വ്യക്തിയുടെ വിജയം മാത്രമല്ല, ഇത് ഇന്ത്യയുടെ വിജയം കൂടിയാണ്. ഇന്ത്യൻ സമൂഹത്തിന്റെ വിജയം, ഇന്ത്യൻ മൂല്യങ്ങളുടെ വിജയം. ട്രംപ് മംദാനിയുമായി സംസാരിക്കാൻ തയ്യാറായതൊരു രാഷ്ട്രീയ വാർത്ത മാത്രമല്ല, ഒരു കാലഘട്ടപരമായ മാറ്റത്തിന്റെ പ്രതീകം കൂടിയാണ്. ഒരു കാലത്ത് ലോകത്തെ തന്നെ ഭീതിപ്പെടുത്തിയ രീതിയിൽ അധികാര പ്രയോഗം നടത്തിയ ട്രംപ് ഇന്നൊരു ഇന്ത്യൻ വംശജനായ യുവ നേതാവിനെ സമീപിക്കേണ്ടി വരും. ഇത് വ്യക്തമായി തെളിയിക്കുന്നത് ഇന്ത്യ ഇന്ന് ലോകത്തിന്റെ മുൻനിര ശക്തിയാണ് എന്നത് തന്നെയാണ്. ഇന്ത്യൻ വേരുകളുള്ള നേതാക്കൾ ഇന്ന് ആഗോള നയതന്ത്രത്തിന്റെ സുപ്രധാന ഭാഗമാണ്. ട്രംപിന്റെ പഴയ ഭരണരീതികൾക്ക് ഇനി നിലനിൽപ്പില്ല. മംദാനിയുടെ ഉയർച്ച മോദി സർക്കാരിന്റെ ആഗോള ദീർഘവീക്ഷണവും ഇന്ത്യയുടെ അന്താരാഷ്ട്ര സ്വാധീനത്തെയും കൂടുതൽ ശക്തിപ്പെടുത്തുന്ന സംഭവം കൂടിയാണ്. ഇത് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ മാത്രമല്ല, ലോക രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ പുതിയ പടിവാതിൽ തുറക്കുന്നതിന്റെ തെളിവും കൂടിയാവുകയാണ്.